നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ക്രിസ്മസ് ഒക്കെ എല്ലാവരും നന്നായി ആഘോഷിച്ചു എന്ന് കരുതുന്നു. പക്ഷേ ഇന്നലെ രാത്രി നമുക്ക് വൈകി എത്തിയത് വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു. നമ്മുടെ വിഖ്യാത സാഹിത്യകാരൻ MT വാസുദേവൻ നായർ വിട പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വിയോഗം ഒരു തീരാ നഷ്ടം തന്നെയാണ്. തിരികെ മാർക്കറ്റിലേക്ക് വന്നാൽ ഗ്ലോബൽ മാർക്കറ്റുകളിൽ നിന്ന് ആരംഭിക്കാം. വാൾസ്ട്രീറ്റിലെ പ്രധാനപ്പെട്ട സൂചികകളെല്ലാം ചൊവ്വാഴ്ച ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. മെഗാ ക്യാപ് സ്റ്റോക്കുകളിൽ നേട്ടമുണ്ടാക്കിയതും ഗ്രോത്ത് സ്റ്റോക്കുകളിലെ നേട്ടവുമാണ് വാൾസ്ട്രീറ്റിലെ പ്രധാനപ്പെട്ട സൂചികകൾ ഉയരാൻ കാരണമായത്. US മാഗ്നിഫിസന്റ് 7 എന്നറിയപ്പെടുന്ന മെഗാ ക്യാപ് ടെക്നോളജി സ്റ്റോക്കുകൾ നേട്ടമുണ്ടാക്കി. അതിൽ തന്നെ ടെസ്ല 7.4% ഉയർന്നു. ഓട്ടോ സ്റ്റോക്കുകളും ചൊവ്വാഴ്ച ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. കൂടാതെ S&P 500ൽ 11 സെക്ടറുകളും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. US 10-year ട്രഷറി ബോണ്ട് ഈൽഡുകൾ 4.61% എത്തി നിൽക്കുന്നത്. അതായത് 2024 മെയ് മാസത്തിന് ശേഷവുമുള്ള ഏറ്റവും ഉയർന്ന നിലയാണിത്. ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളും നേട്ടമുണ്ടാക്കിയ ഒരു ദിവസമായിരുന്നു ചൊവ്വാഴ്ച. കൂടാതെ ബിറ്റ്കോയിൻ ഇപ്പോൾ $1,00,000 വീണ്ടും അടുത്തെത്തിക്കൊണ്ടിരിക്കുന്നു. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ ചൊവ്വാഴ്ചത്തെ പ്രകടനം നോക്കിയാൽ ICICI, HDFC ബാങ്ക് എന്നിവ ചെറിയ നേട്ടത്തിലും ഇൻഫോസിസ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും വിപ്രോ 0.28% ഉയർന്നുമാണ് ക്ലോസ് ചെയ്യുന്നത്. കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ഡോക്ടർ റെഡ്ഡി ആയിരുന്നു. 1.16% ഉയർന്നത്. യൂറോപ്യൻ മാർക്കറ്റുകളും ഉയർന്നു തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകളും പോസിറ്റീവിലാണ്. അതുകൊണ്ട് തന്നെ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ സൂചിപ്പിക്കുന്നത് നിഫ്റ്റിയിൽ ഏകദേശം 40 മുതൽ 45 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. ഇനി നമ്മുടെ പെയ്ഡ് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള എക്കാലത്തെയും വലിയ ഓഫർ അവസാനിക്കാൻ പോവുകയാണ്. ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഈ 50% ഡിസ്കൗണ്ട് ഉണ്ടാവുകയുള്ളൂ. രാവിലെ 9 മണി മുതൽ 3:30 വരെ നമ്മുടെ പ്രീമിയം ടെലഗ്രാം ചാനലിലാണ് നമ്മുടെ എല്ലാ എഡ്യൂക്കേഷൻ വ്യൂസും സ്റ്റുഡൻസിനായിട്ട് നൽകാറുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇന്നത്തെയും വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകളാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഫോക്കസിലുള്ള പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ്. ആദ്യം ഏണസ്റ്റ് ആൻഡ് യങ് എന്ന ഗ്ലോബൽ പ്രൊഫഷണൽ സർവീസ് ഏജൻസി അവർ 6.5% GST വളർച്ച ഫിനാൻഷ്യൽ ഇയർ 2025-ലും 2026-ലും ഉണ്ടാകും എന്ന് പറയുന്നു. ഇന്ത്യയുടെ യഥാർത്ഥ GDP 2025 സാമ്പത്തിക വർഷത്തിലും 2026 സാമ്പത്തിക വർഷത്തിലും 6.5% വളരുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. കേന്ദ്രത്തിന്റെ നിക്ഷേപ ചെലവ് മന്ദഗതിയിലായതിനാൽ വളർച്ച കുറയാൻ സാധ്യതയുണ്ട്. ഫിനാൻഷ്യൽ ഇയർ 2025-ൽ RBIയുടെ GDP ഗ്രോത്ത് റേറ്റ് 6.6%. മറ്റൊരു വാർത്തയുള്ളത് ഓല ഇലക്ട്രിക്കുമായി ബന്ധപ്പെട്ടതാണ്. EV നെറ്റ്വർക്ക് 4000 സ്റ്റോറുകളിലേക്ക് വികസിപ്പിക്കുന്നു. ഓല ഇലക്ട്രിക്കിന് രാജ്യവ്യാപകമായി 4000 സ്റ്റോറുകളുണ്ട്. ഒരു മാസത്തിനുള്ളിൽ 3200 സ്റ്റോറുകൾ കൂട്ടിച്ചേർത്തു. ഈ പറയുന്ന സ്റ്റോറുകളിൽ വിൽപ്പനയും വിൽപ്പനാനന്തര പിന്തുണയും നൽകുന്നതിനും ചെറിയ നഗരങ്ങളിൽ ഇവരുടെ സെയിൽസ് വർദ്ധിപ്പിക്കുക എന്നതുമാണ് ലക്ഷ്യങ്ങൾ. മറ്റൊരു വാർത്തയുള്ളത് പരസ്യത്തിന്റെ പേരിൽ പതഞ്ജലിക്കെതിരെ ഡാബർ ഇന്ത്യ കേസ് ഫയൽ ചെയ്തു. പതഞ്ജലി ആയുർവേദിന്റെ പരസ്യ പ്രചരണം ഡാബറിന്റെ ച്യവനപ്രാശ് ബ്രാൻഡിനെ ഇകഴ്ത്തുന്നു എന്നാരോപിച്ച് ഡാബർ ഇന്ത്യ ഡൽഹി ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തു. പരസ്യം തങ്ങളുടെ ഉൽപ്പന്നത്തെ അന്യായമായി ടാർഗറ്റ് ചെയ്യുകയും തെറ്റായി ചിത്രീകരിക്കുകയും ചെയ്യുന്നതായി ഡാബർ അവകാശപ്പെടുന്നു. മറ്റ് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം നാൽക്കോ. ദേശീയ അലുമിനിയം കമ്പനി സംയോജിപ്പിച്ച ഉത്കൽ ഡി, ഉത്കൽ ഇ കൽക്കരി ബ്ലോക്കുകൾക്കായി ജില്ലാ കലക്ടർ അങ്കുലുമായി നാൽക്കോ ഒരു ഖനന പാട്ട കരാർ ഒപ്പിട്ടു. കൽക്കരി ഉൽപാദന ശേഷി 4.0 MTPA ആയി ഉയർത്തുകയും ക്യാപിറ്റീവ് പവർ പ്ലാന്റിന്റെ ഇന്ധന സുരക്ഷ വർദ്ധിപ്പിക്കാനും ഈ നീക്കം ലക്ഷ്യമിടുന്നു. 2051 ഏപ്രിൽ 21 വരെ വാടക രേഖകൾക്ക് സാധ്യതയുണ്ട്. അടുത്തത് ഇന്ത്യ സിമന്റ്സ് എന്ന കമ്പനിയാണ്. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ 7000 കോടി രൂപയുടെ ഇടപാട് അംഗീകരിച്ചതിനെ തുടർന്ന് ഇന്ത്യ സിമന്റ്സിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ടുള്ള N. ശ്രീനിവാസൻ തൽസ്ഥാനത്ത് നിന്ന് രാജിവെച്ചിരിക്കുന്നു. അടുത്തത് പനാസിയ ബയോടെക് എന്ന കമ്പനിയാണ്. ബൈവാലന്റ് ഓവർ പോളിയോ വാക്സിൻ 115 ദശലക്ഷം ഡോസുകൾ വിതരണം ചെയ്യുന്നതിന് കമ്പനിക്ക് യുണിസെഫിൽ നിന്നും ഒരു ലെറ്റർ ഓഫ് അവാർഡ് ലഭിച്ചിരിക്കുന്നു. അടുത്തത് രാംകെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനിയാണ്. 215.08 കോടി രൂപയുടെ പദ്ധതിക്കായി ഹൈദരാബാദ് മെട്രോപൊളിറ്റൻ വാട്ടർ സപ്ലൈ ആൻഡ് സീവേജ് ബോർഡിൽ നിന്ന് കമ്പനിക്ക് ഒരു സ്വീകാര്യത കത്ത് ലഭിച്ചു. അടുത്തതായി ഭാരത് ഫോർജ് ആണ്. കമ്പനി അതിന്റെ അനുബന്ധ സ്ഥാപനമായ ഭാരത് ഫോർജ് ഗ്ലോബൽ ഹോൾഡിംഗ്സിൽ $350 മില്യൺ നിക്ഷേപിക്കുന്നതിന് കമ്പനിയുടെ ബോർഡ് അംഗീകാരം നൽകി. കടം തിരിച്ചടയ്ക്കാനാണ് ഫണ്ട് ഉപയോഗിക്കുക. അടുത്തത് ഗോവ കാർബൺ എന്ന കമ്പനിയാണ്. അറ്റകുറ്റപ്പണികൾക്കായി കമ്പനിയുടെ ഗോവ യൂണിറ്റ് താൽക്കാലികമായി അടച്ചുപൂട്ടിയതായി അറിയിച്ചു. ഇത് ഡിസംബർ 25 മുതൽ പ്രാബല്യത്തിൽ വരും. അടുത്തത് BPCL എന്ന കമ്പനിയാണ്. NTPCയുടെ 150 മെഗാവാട്ട്
ISTS കണക്റ്റഡ് സോളാർ PV പവർ പ്രൊജക്ടിന് ഏറ്റവും കുറഞ്ഞ ലേലത്തിൽ BPCL വിജയിച്ചു. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്ക് RBL ബാങ്ക് മാത്രമാണ്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. 2454 കോടി രൂപയ്ക്ക് FIS ചൊവ്വാഴ്ച സെല്ല് ചെയ്തു. DIS ആവട്ടെ 2819 കോടി രൂപയ്ക്ക് ബൈ ചെയ്യുകയാണ് ഉണ്ടായത്. ഇതോടെ തുടർച്ചയായ 7ാമത്തെ ദിവസവും FIS സെല്ലിംഗ് മോഡിൽ തന്നെയാണ്. കൂടാതെ ഡിസംബർ മാസത്തിൽ 6744 കോടി രൂപയ്ക്കാണ് അവർ സെല്ല് ചെയ്ത് കഴിഞ്ഞത്. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ ക്രിസ്മസിന് ശേഷം പോസിറ്റീവിലാണ് ട്രേഡ് ചെയ്യുന്നത്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.24% നേട്ടത്തിലാണ്. തായ്വാൻ മാർക്കറ്റ് 0.43% നേട്ടത്തിലും. ഇനി ഇപ്പോൾ സമയം 7 മണിയാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 23,817 എന്ന നിലയിലാണ്. അതായത് നിഫ്റ്റിയിൽ ഇന്ന് ഏകദേശം 40 മുതൽ 45 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക് ക്രിസ്മസ് അവധിക്ക് മുന്നോടിയായി ചൊവ്വാഴ്ച ഓയിൽ പ്രൈസുകൾ ഉയരുകയുണ്ടായി. ബ്രന്റും WTIയും 1% മുകളിൽ നേട്ടത്തിലാണ് ചൊവ്വാഴ്ച ക്ലോസ് ചെയ്യുന്നത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് $73.36 പെർ ബാരൽ എന്ന നിലയിൽ 0.19% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $70.31 പെർ ബാരൽ എന്ന നിലയിൽ 0.30% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ചൊവ്വാഴ്ച ക്ലോസ് ചെയ്ത നിഫ്റ്റിയിലേക്കാണ്. നിഫ്റ്റി 26 പോയിന്റ്സ് ഇടിഞ്ഞ് 23,727 ക്ലോസ് ചെയ്യുന്നത്. ചൊവ്വാഴ്ചത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു 23,870 ഒരു സ്ട്രോങ് സപ്പോർട്ടാണ് എന്ന്. ആദ്യം തന്നെ പറയേണ്ടത് അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചില്ല എന്നതാണ്. അതായത് ഒരു പോസിറ്റിവിറ്റി ഇപ്പോഴും മാർക്കറ്റിൽ നിലനിൽക്കുന്നു. ഒരു റേഞ്ച് ബൗണ്ടിലാണ് ഇന്നലെയും അതായത് ചൊവ്വാഴ്ചയും മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. ഓവറോൾ ഒരു ഡയറക്ഷൻ ഇപ്പോഴും ലഭിച്ചിട്ടില്ല. നിഫ്റ്റിയെ സംബന്ധിച്ച് 23,870 മുതൽ 23,900 വരെയുള്ളത് പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് സോൺ ആവാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ലോ ബ്രേക്ക് ചെയ്യാത്തടത്തോളം കാലം നിഫ്റ്റി പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് വിലയിരുത്താം. നിഫ്റ്റിയുടെ അപ്സൈഡ് റാലിക്ക് കൂടുതൽ കൺഫർമേഷൻ വരുന്ന ദിവസങ്ങളിൽ ലഭിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 23,700 സ്ട്രൈക്കിൽ 30% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് ബിൽഡപ്പാണ്. 22% വർധനവ് കോൾ സൈഡിൽ കാണാം. ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. 23,650 സ്ട്രൈക്കിൽ 16% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. 2% മാത്രം ലോങ് ബിൽഡപ്പാണ്, ഷോർട്ട് ബിൽഡപ്പാണ് കോൾ സൈഡിൽ കാണുന്നത്. 23,750 സ്ട്രൈക്കിൽ 28% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് കാണാമെങ്കിൽ 35% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് കോൾ സൈഡിലും കാണാം. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് സ്ട്രോങ് ആയിട്ടുള്ളത് 23,650 സ്ട്രൈക്കിലും 23,700 സ്ട്രൈക്കിലുമാണ്. മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് സ്ട്രോങ് ആയിട്ടുള്ളത് 23,750 സ്ട്രൈക്കിലുമാണ്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. ആദ്യം കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,000 അതിനുശേഷം 25,000 സ്ട്രൈക്കിലും അതിനുശേഷം 24,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 22,000 അതിനുശേഷം 23,500 സ്ട്രൈക്കും അതിനുശേഷം 23,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,000 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 23,500 ബാങ്ക് നിഫ്റ്റിയിലേക്ക് 51,233 85 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും 200 ഡേ EMAക്ക് മുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതൊരു പോസിറ്റിവിറ്റി തന്നെയാണ്. ബാങ്ക് നിഫ്റ്റിക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച ചാനൽ പാറ്റേണിന്റെ ലോവർ എൻഡിൽ നിന്നും ഒരു പുൾ ബാക്ക് ലഭിച്ചിരുന്നു. പക്ഷേ അത് സസ്റ്റെയിൻ ചെയ്യാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. അതായത് ഒരു കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ ഒന്നും നിഫ്റ്റിക്ക് ഇനിയും കാണാൻ കഴിഞ്ഞിട്ടില്ല. കൂടാതെ ചൊവ്വാഴ്ച ഫോം ചെയ്തത് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഒരു ഇൻസൈഡർ ബാർ കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ്. അതായത് ഈ ഒരു പാറ്റേണിൽ നിന്നും ഒരു ബ്രേക്ക് ഔട്ട് ലഭിക്കുമോ എന്ന് തന്നെയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഇന്ത്യ വിക്സിലേക്ക് തിങ്കളാഴ്ച 10% ഇടിഞ്ഞ ഇന്ത്യ വിക്സ് ചൊവ്വാഴ്ച ഏകദേശം 2.5% ഇടിഞ്ഞത് 13.18 ക്ലോസ് ചെയ്തു. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നതും. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.